ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ടൊമാറ്റോ സോസ് ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ 5 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇതൊരു 250 ഗ്രാം ഉണ്ട്. ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ വലിപ്പത്തിൽ വേണേ കട്ട് ചെയ്യാൻ. ഒരു സവാളയുടെ ഹാഫ് എടുത്തിട്ടുണ്ട്. കുറച്ച് ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ബീറ്റ്റൂട്ട് ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ബീറ്റ്റൂട്ട് ചേർക്കുമ്പോൾ ഈ സോസിന് ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഈ ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്താലും മതി. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ. ടൊമാറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. എടുത്ത് വെച്ചിട്ട് ബീറ്റ്റൂട്ടും എല്ലാം ഇട്ട് കൊടുക്കാവേ. വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഞാൻ അധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇത് ഒരു 3 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാമേ. അത് നന്നായിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് 3 വിസിൽ അടുപ്പിച്ചെടുത്ത് ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാമേ. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കാമേ. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാമേ. 1/4 കപ്പ് വെള്ളമേ ഞാൻ വേവിക്കാൻ നേരം ചേർത്തിട്ടുള്ളൂ. വെള്ളം ഓവറായിട്ട് ചേർത്താൽ പിന്നെ ഇത് വറ്റിച്ചെടുക്കാൻ കുറേ സമയം എടുക്കും. ഇനി ഇത് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാമേ. ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് കൂടെ ചേർത്തുകൊണ്ടാണ് ഈ നല്ലൊരു കളർ കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് ഒന്ന് അരിച്ചെടുക്കാമേ. ഇതിൻ്റെ ഈ പ്യൂരി ഒന്ന് വേർതിരിച്ചെടുക്കാമേ. ഈ സ്ട്രെയിനറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതെല്ലാം ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഗ്യാസിൽ വെച്ച്. ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. അതുപോലെ ഇതിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കുമ്പം ചെറിയ പീസ് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. അല്ലെങ്കിൽ ഇഞ്ചിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. പിന്നെ എരിവും കൂടി പോവേ. ഞാൻ ചെറിയൊരു പീസ് ഇഞ്ചി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാമേ. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വിനെഗർ ഞാൻ അധികം ചേർത്ത് കൊടുക്കുന്നില്ല. 1 ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിൽ മധുരത്തിന് ആവശ്യത്തിലുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാമേ. ഇതിൻ്റെ ഫ്ലെയിം ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിരിക്കുകയാണ്. ഇത് വറ്റിയിട്ടില്ല, കുറച്ചുകൂടെ ഒന്ന് വറ്റാനുണ്ട്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന സോസ് ഉണ്ടല്ലോ, ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന സോസ് നല്ല തിക്കായിട്ടിരിക്കുമല്ലോ, അതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇത് ഞാനിപ്പോൾ സോസ് കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ 5 ടൊമാറ്റോ എടുത്തിട്ടുള്ളൂ. 1 കിലോ ടൊമാറ്റോ ഒക്കെ എടുത്താൽ കുറച്ചുകൂടെ നല്ല കൂടുതലായിട്ട് കിട്ടും. ഇത് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. 3 വീക്സ് ഒക്കെ ഫ്രിഡ്ജിൽ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിന് പിന്നീട് എടുത്താൽ മതിയല്ലോ. ഇതെല്ലാം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇതൊന്ന് കുറുകിയിട്ടുണ്ട്. ഇതേ നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് അധികമൊന്നും ഇല്ല കേട്ടോ, വളരെ കുറച്ചേ ഉള്ളൂ. ഈ ചെറിയ ഈ ബൗളിലേക്കേ ഉള്ളൂ. ഇത് ഇതുപോലെ തിക്കായിട്ടിരിക്കണേ. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ടൊമാറ്റോ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്, വളരെ ഈസിയാണ് തയ്യാറാക്കാൻ. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്